ഒരു ഭാഗത്ത് യുദ്ധം സമാധാനത്തിനായുള്ള ചർച്ചകൾ നടത്തുമ്പോൾ മറുവശത്ത് യുദ്ധം തുടരാനുള്ള കുടില തന്ത്രങ്ങൾ മെനയുന്ന തിരക്കിലാണ് ഇറാൻ. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും കൊണ്ട് കലുഷിതമാണ് പശ്ചിമേഷ്യൻ സംഘർഷം. ഇറാന്റെ ഭാഗത്തു നിന്നും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും തികച്ചും വ്യത്യസ്തമായ മറുപടികളാണ് പുറത്തു വരുന്നത്. അതായത് ഏകദേശം കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ തന്നെ പുറത്തു വന്ന ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസൻഷ്കിന്റെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും വ്യത്യസ്ത പ്രസ്താവനകൾ യുദ്ധത്തിന്റെ അന്ത്യത്തെക്കുറിച്ച് തികച്ചും അത് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിലേക്ക് നീങ്ങുകയാണ്. അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം അതീവ ഗുരുതരമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കും എന്ന ആശങ്ക തുടരുന്നതിനിടയിലാണ് ഇരു രാജ്യങ്ങൾക്കിടയിലുള്ള നേതാക്കൾ തമ്മിൽ ഇത്തരത്തിൽ വ്യത്യസ്തമായ മറുപടികൾ അല്ലെങ്കിൽ അവരുടെ നിലപാടുകൾ കൈക്കൊള്ളുന്നത്. യുദ്ധത്തിൽ മേൽക്കൈ ലഭിച്ചുവെന്ന് വിശ്വസിക്കുമ്പോഴും ദൗത്യം പൂർത്തിയാക്കാൻ സൈനിക നടപടികൾ തുടരുമെന്ന സൂചന തന്നെയാണ് അമേരിക്ക നൽകുന്നത്. അതേപോലെ തന്നെ ദൗത്യം പൂർത്തിയാക്കേണ്ടതുണ്ട്, അതിനാൽ നേരത്തെ തന്നെ മടങ്ങാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് ട്രംപ് പറഞ്ഞത്. താൻ ആഗ്രഹിക്കുന്ന ഏതൊരു സമയത്തും ഈ യുദ്ധം അവസാനിപ്പിക്കാൻ സാധിക്കുമെന്നും ഇനി ഇറാനിൽ ആക്രമിക്കാൻ ലക്ഷ്യങ്ങളൊന്നും അവശേഷിക്കുന്നില്ല എന്നതായിരുന്നു ട്രംപ് വ്യക്തമാക്കിയത്. ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായും തകർത്തെന്നും ഉറപ്പാക്കിയ ശേഷമേ യുദ്ധം അവസാനിപ്പിക്കൂ എന്നതിന്റെ സൂചനകളായിരുന്നു അവിടെ വിദഗ്ധരടക്കം വിലയിരുത്തിയതും. അതേസമയം ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായുള്ള കൃത്യമായ സമയപരിധികളെക്കുറിച്ച് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ഇറാന്റെ സൈനിക ശേഷിയും മേഖലയിലെ സ്വാധീനവും പൂർണ്ണമായും തകർക്കുന്നത് അതുവരെ പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു അടക്കം നിലപാടുകൾ വ്യക്തമാക്കിയതും. അമേരിക്ക വിജയപ്രഖ്യാപനം നടത്തുമ്പോഴും ഇസ്രായേൽ ആകട്ടെ ലക്ഷ്യങ്ങൾ പൂർത്തിയാകുന്നതുവരെ പോരാട്ടം തുടരുമെന്ന് അല്ലെങ്കിൽ അതിനായി തങ്ങൾ ആഗ്രഹിക്കുന്നതായി വ്യക്തമാക്കുന്നു. മൂന്ന് രാജ്യങ്ങളാകട്ടെ വ്യത്യസ്ത നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നതിനാൽ തന്നെ സംഘർഷത്തിന്റെ അന്ത്യം അതിന്റെ തുടക്കം പോലെ തന്നെ പ്രവചനാതീതമായി തന്നെ തുടരുമെന്ന് തന്നെയാണ് വിദഗ്ധരടക്കം വിലയിരുത്തുന്നത്. അതേപോലെ തന്നെ അമേരിക്ക ഇതിനോടകം തന്നെ യുദ്ധത്തിൽ നിർണായകമായ സൈനിക വിജയം നേടി എന്നതാണ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നത്. അതേപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലെല്ലാം തന്നെ ആദ്യ മണിക്കൂറിൽ തന്നെ തങ്ങൾ ജയിച്ചു കഴിഞ്ഞു എന്ന് ട്രംപ് ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തത്. അമേരിക്കൻ സൈന്യം ഡസൻ കണക്കിന് ഇറാനിയൻ നാവിക കപ്പലുകൾ നശിപ്പിക്കുകയും ഇറാന്റെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുകയും ചെയ്തതിലൂടെ തന്നെ രാജ്യത്തിന്റെ സൈനിക ശേഷി ഏതാണ്ട് പൂർണ്ണമായും തന്നെ ഇല്ലാതാക്കിയതായി തന്നെ ട്രംപ് അവകാശപ്പെടുന്നു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസൻഷ്കിൻ സമാധാനത്തിന് തയ്യാറാണ് എന്ന് അറിയിച്ചെങ്കിൽ പോലും അതിനായി 3 കർശനമായ നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കുകയാണ് ചെയ്തത്. ഇറാന്റെ നിയമപരമായ അവകാശങ്ങൾ അംഗീകരിക്കുക, യുദ്ധം വരുത്തിവെച്ച നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുക, ഭാവിയിൽ അമേരിക്കയുടെയോ ഇസ്രായേലിന്റെയോ ഭാഗത്തു നിന്ന് ആക്രമണങ്ങൾ ഉണ്ടാകില്ല എന്ന അന്താരാഷ്ട്ര ഉറപ്പ് നൽകുക എന്നിവയാണ് ഈ 3 കാര്യങ്ങൾ എടുത്തു പറയുന്നത്. വെറും സൈനിക വെടിനിർത്തലിന് പകരം തന്നെ രാഷ്ട്രീയമായ വെട്ടുവീഴ്ചകളിലൂടെ മാത്രമേ യുദ്ധം അവസാനിപ്പിക്കാൻ സാധിക്കൂ എന്ന നിലപാടാണ് ഇവിടെ ഇറാൻ സ്വീകരിക്കുന്നത്. യുദ്ധത്തിന്റെ അന്ത്യം അമേരിക്കയ്ക്ക് ഏകപക്ഷീയമായി തന്നെ തീരുമാനിക്കാൻ ആവില്ല എന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വ്യക്തമാക്കുകയും ചെയ്തു. യുദ്ധത്തിന്റെ അന്ത്യം നിശ്ചയിക്കുന്നത് അത് തങ്ങളാണ് എന്നും മേഖലയിലെ ഭാവി സ്വാഭാവികമായ അതായത് സമവാക്യങ്ങൾ ഇപ്പോൾ ഇറാൻ സായുധ സേനയുടെ കൈകളിലാണ് എന്നും ഇവിടെ വ്യക്തമാക്കുന്നു. അമേരിക്ക ആഗ്രഹിക്കുമ്പോൾ യുദ്ധം അവസാനിപ്പിക്കാമെന്ന ട്രംപിന്റെ അവകാശവാദത്തെ ഇറാൻ പൂർണ്ണമായും തള്ളിക്കളയുകയും ദീർഘകാല പോരാട്ടത്തിന് തങ്ങൾ സജ്ജമാണ് എന്ന സൂചന നൽകുകയുമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.